രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സദാചാരവും ധാർമ്മികതയുമൊക്കെ പലരും ചോദിക്കുകയുണ്ടായി. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ധാർമ്മികത പുലർത്തേണ്ടതുണ്ട്, സദാചാരവും പുലർത്തേണ്ടതുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ കരുതിക്കൂട്ടി സദാചാര പോലീസ് ആയതാണ് ഇവിടെ അംഗീകരിക്കാൻ കഴിയാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി. തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. മീഡിയ മലയാളം തന്നെ പല വാർത്തകളും ചെയ്യുമ്പോൾ വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലാകുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് ഞങ്ങൾ, അതിജീവിതനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പല കമന്റുകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കൂടുതൽ പഠിച്ചവരോടും അല്ലെങ്കിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്തവരോടും ചോദിച്ചപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്, രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ നിരവധി സ്ത്രീകളുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീകളെ ഒന്നും രാഹുൽ മാങ്കൂട്ടം വിവാഹ വാഗ്ദാനം നൽകിയോ അല്ലെങ്കിൽ നിർബന്ധിച്ചോ ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുത്തിയതല്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളായിരുന്നു എല്ലാത്തിലും നിലനിന്നിരുന്നത് എന്നുള്ളതായിരുന്നു ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ കോടതിക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം, അതായത് 18 ദിവസം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ചതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു നാണവും ഒരു മാനവും ഇല്ലാതെ പല ചാനലുകാരും മൈക്കും കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കകത്ത് കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു. പക്ഷേ വളരെ പക്വമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം അതിനെ നേരിട്ടു എന്നുള്ളതാണ്. അതായത് ആരോടും മറുപടി പറഞ്ഞില്ല, ആർക്കും മറുപടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല എന്ന് ഈ 18 ദിവസം കൊണ്ട് ഒരുപക്ഷെ ജയിൽ ജീവിതം രാഹുൽ മാങ്കൂട്ടത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇതിൽ ആരെങ്കിലും കുടുക്കിയതാണോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ചെറു പുഞ്ചിരിയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം അതെല്ലാം കേട്ടതും ഒരക്ഷരം പോലും പറയാതെ കാറിലേക്ക് കയറി പോകുന്നത് കണ്ടത്. അതിനുശേഷം അടൂരിലെ വീട്ടിലെത്തി. ആദ്യം അമ്മയെ കാണാനുള്ള പരക്കം പാച്ചിലായിരുന്നു. കാരണം ആ അമ്മ അനുഭവിച്ച അപഹാസ്യം, വേദന ചാനലുകളിൽ മുഴുവൻ തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ തൻ്റെ മകൻ അയച്ച മെസ്സേജുകൾ, തൻ്റെ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അക്കമിട്ട് ഓരോ അജണ്ടയുടെ പുറത്ത് ഓരോരുത്തർ ഇങ്ങനെ വിളമ്പുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ മറ്റാരെയും നമുക്ക് മാറ്റി നിർത്താം. അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ അനുഭവിച്ച വേദന എത്രമാത്രമാണെന്ന് ഈ റേറ്റിംഗിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാംസം തിന്നാൻ കടിപിടി കൂടിയ ഇവർ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു സ്ത്രീയും പുരുഷനും ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ഒന്നുകിൽ ആരുടെയോ പിൻബലത്തിൽ അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന ചില അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ അന്ന് എന്നെ ഉപയോഗിക്കുകയായിരുന്നു, ഇയാൾ അന്ന് എന്നെ സ്നേഹിക്കുകയല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിൽ പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ അയാൾ അതുവരെ അയാളിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ, അതായത് അയാൾ അയച്ച മെസ്സേജുകൾ, അയാൾ വിളിച്ച ഫോൺ കോളുകൾ, അയാളും താനും സ്വകാര്യമായ നിമിഷത്തിലെടുത്ത ഫോട്ടോകൾ, വീഡിയോകൾ അടക്കം ചാനലുകൾക്ക് ഇങ്ങനെ നിരന്തരം കൈമാറുന്നു. ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച 3ാമത്തെ ആളുടെ, 2ാമത്തെ ആളുടെ, 1ാമത്തെ ആളുടെ, 8ാമത്തെ ആളുടെ, 15ാമത്തെ ആളുടെ, 18ാമത്തെ ആളുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജസ്, വീഡിയോസ്, കോൾ ഹിസ്റ്ററി, പിന്നെ എന്താ പറയുക, വീഡിയോ കോൾ ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചതടക്കം സ്ക്രീൻ റെക്കോർഡ് എടുത്ത് അതൊക്കെ മാധ്യമങ്ങളിലൂടെ പടച്ചുവിട്ടു. ഈ കൊടുത്തവർക്കൊന്നും മനസ്സിലായില്ല മാധ്യമങ്ങളുടെ അജണ്ട എന്തായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചതും പരാതിക്കാരുടെ തെളിവുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് കേരള പോലീസ്. പൂങ്കുഴലിയൊക്കെ പിടികിട്ടാ പുള്ളിയെപ്പോലെയാണ് രാഹുൽ മാങ്കൂട്ടം നിന്ന ഹോട്ടലിലേക്ക് ഇരച്ചു കയറുന്നു. ഏതോ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റിയ ഒരാൾ ഇതിൻ്റെ അകത്തേക്ക്, ഹോട്ടലിനകത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് പൂങ്കുഴലിയെ പോലുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാനായി അവിടെ എത്തുന്നത്. ഇത് കതക് ചവിട്ടി തുറന്നില്ല എന്നേ ഉള്ളൂ. മുട്ടിയപ്പോൾ തന്നെ അയാൾ വാതിൽ തുറക്കുന്നു. അതിനുശേഷം പോലീസുകാർ അകത്ത് കയറുന്നു. പിന്നീട് അത് പല പോലീസുകാർ തന്നെ ഷൂട്ട് ചെയ്ത് അവർ പലർക്കും കൈമാറുന്നു. ഇതാണ് കണ്ടെത്തുന്നത്. പിന്നെ ഈ CPM പല സൈറ്റുകളിലും അല്ലെങ്കിൽ പല
ഈ സൈബർ അണികളുടെയൊക്കെ പല പിന്നെ ക്യാപ്സൂളുകൾ ഉണ്ടാക്കുന്നവരുടെയൊക്കെ പലരുടെയും കൈകളിൽ നിന്ന് ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ, ഇതെൻ്റെ പെങ്ങന്മാർക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പല വീഡിയോസ്. എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ, എത്ര സ്ത്രീകൾ, പാർട്ടിക്കകത്തുള്ള സ്ത്രീകളൊക്കെ ഈ CPM-ന്റെ പല നേതാക്കന്മാരെ കൊണ്ടും പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലതും വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. എന്തിനേറെ പറയുന്നു, പിന്നെ വണ്ടിപ്പെരിയാറിൽ ഒരു പെൺകൊച്ച്, 4 വയസ്സായ ഒരു പെൺകൊച്ച് മരണപ്പെട്ടത് എങ്ങനെയാണ്, അതിനെ കൊന്ന അയാൾ, അർജുൻ എന്നാണ് അയാളുടെ പേര്, അവൻ ഏത് പാർട്ടിയുടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണ്, അവനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു നെറികെട്ട മാധ്യമ പ്രവർത്തകൻ അവനെ ഇന്റർവ്യൂ വരെ എടുത്ത കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അവിടെയൊന്നും സദാചാരമില്ല. 4 വയസ്സായ കൊച്ച്, അല്ലെങ്കിൽ ആ പീഡിപ്പിച്ചവൻ ഫേമസ് അല്ലാത്തത് കൊണ്ട്, അവൻ പാർട്ടിക്കാരനായതുകൊണ്ട് അവനെ രക്ഷിക്കണം, കോടതി അവനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇന്റർവ്യൂവിന് വിളിപ്പിക്കുന്നു. അവൻ തെളിവുകളൊന്നും ഹാജരാക്കാത്തത് കൊണ്ട് അവനെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം പോലീസുകാർ തന്നെ ചെയ്തു കൊടുക്കുന്നു. എന്തായാലും അവൻ രക്ഷപ്പെട്ടു. പിന്നെയും ആ കേസ് റീഓപ്പൺ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ആ കുട്ടിക്ക് എവിടെ നീതി കിട്ടിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ശരീരം സ്വന്തമായി പീഡിപ്പിക്കുന്നു. അതിനുശേഷം പീഡനം കഴിയുമ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നു. 4 വയസ്സായ കുട്ടി കയറ് കെട്ടി തൂങ്ങി മരിക്കുന്നു. വണ്ടിപ്പെരിയാറിൽ നമ്മൾ കണ്ട അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇവിടെയൊന്നും ധാർമ്മികതയില്ല, ഇവിടെയൊന്നും സദാചാരമില്ല. പോലീസുകാർ തന്നെ പല സ്പാകളും, കൊച്ചിയിലെ പല സ്പാകളിലെയും ഓണർമാർ പോലീസുകാരാണെന്ന് പറഞ്ഞുള്ള വാർത്തകൾ വന്നു. അവിടെ പിന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തും കാക്കുന്ന പോലീസുകാർക്ക് ധാർമ്മികതയില്ല, സദാചാരമില്ല, മാന്യതയില്ല. പാർട്ടിക്കുള്ളിലെ എത്ര നേതാക്കന്മാർക്കെതിരെ എത്ര അലിഗേഷൻസ് ആണ് വന്നിട്ടുള്ളത്, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയാണെന്നോ, രാഹുൽ മാങ്കൂട്ടം ചെയ്തതിനെ വെള്ളപൂശുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല. രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളോട് പെരുമാറുന്ന രീതി ശരിയാണ് എന്ന് പറയുന്നില്ല. കാരണം അയാൾക്കും ഈ ക്ലീൻ ഷേവ് ചോദ്യം ചോദിക്കുന്നത് പോലെ അയാൾക്കും ഉണ്ടൊരമ്മയും അയാൾക്കും ഉണ്ടൊരു പെങ്ങള്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം പെരുമാറാനുള്ളത് എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ഈ ഒരു കേസ് വന്നപ്പോഴാണ് ഈ അടുത്ത സമയത്ത് എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, ഞാനിത് വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഈ മാധ്യമ രംഗത്തുള്ള ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം ഈ വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 20-25 ദിവസത്തിനകത്ത് ഇയാൾക്ക് കല്യാണത്തിന് മുൻപേ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമായി ഇയാളുടെ വിവാഹത്തിന് ശേഷം ആ സ്ത്രീയെ വഞ്ചിച്ചുകൊണ്ട്, അതായത് ആ വിവാഹിതയായ പെൺകുട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ഇയാൾ ഈ സ്ത്രീക്കൊപ്പം കിടക്ക പങ്കിടാൻ പോകും. ഇതാ ഭാര്യ അറിഞ്ഞ് വലിയ പ്രസ്വാഭാവികമായും ഒരു ഭർത്താവ് തന്നെ ചതിച്ച മറ്റൊരു സ്ത്രീക്കൊപ്പം പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഭാര്യയ്ക്കുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ആ സ്ത്രീ ആ ഭർത്താവുമായി ഷെയർ ചെയ്യുന്നു, ബഹളമുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, കരയുന്നു, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇത് ഇയാളുടെ വീട്ടിൽ അറിയില്ല. അപ്പോൾ ഇയാൾ ആ ഏരിയയിലെ ഏറ്റവും മാന്യമുഖമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനാണ്, മര്യാദ പുരുഷനാണ്. ശ്രീരാമൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മര്യാദ രാമനായിട്ട് ഇയാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇയാളുടെ വീട്ടിൽ ഇയാളുടെ പെങ്ങൾക്ക് ഇതറിയാം, പക്ഷെ പെങ്ങള് ആങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കില്ല. അതായത് പെങ്ങളുടെ വിചാരം എന്ന് പറയുന്നത് ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ പോയാൽ അത് വലിയ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പെങ്ങളാണ്. പിന്നീട് അച്ഛനും അമ്മയും അറിയുന്നു. അച്ഛനും അമ്മയും അറിഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിൽ ഉടലെടുക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും ഈ മകനോട് നീ എന്തിനാണ് നിന്റെ ഭാര്യയെ ചതിച്ച് മറ്റൊരു സ്ത്രീക്കൊപ്പം പോയത് എന്ന് പോലും ഒരു വാക്ക് ആ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ആ 2 പേർ ചോദിച്ചിട്ടില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയോട് ആ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ അവർ പറയുകയാണ്, നിനക്ക് കുറച്ച് നാക്ക്, അതായത് നീ കുറച്ച് അധിക പ്രസംഗം പറയുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ പോയത് എന്നാണ് ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ആ പെൺകുട്ടിയോട് പറഞ്ഞത്. പിന്നീട് അവരെ മകനെ ചേർത്ത് പിടിക്കുന്നു. ഈ പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ ഈ പിന്നെ ഭർത്താവിന് വേറെ അഫെയർ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കണോ വേണ്ടേന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഒന്ന് ചേർത്ത് പിടിക്കാനോ ഞങ്ങളുണ്ടൊപ്പം ഇനി അവൻ അങ്ങനെ പോകില്ല എന്ന് പറയാനോ ആ വീട്ടുകാരും തയ്യാറാവാതെ
പിന്നീട് ആ പെൺകുട്ടി ആ ലൈഫൊക്കെ അവസാനിച്ച് പോയി. കാരണം ഇത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മാധ്യമപ്രവർത്തകരാണ്, കുറേയൊക്കെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതും എല്ലാ മേഖലയിലും ഉണ്ടെങ്കിൽ പോലും അതുപോലെ മാധ്യമപ്രവർത്തകർക്കിടയിലും സംഭവിക്കുന്നുണ്ട്. ഇവിടെ ആ അച്ഛനും അമ്മയും, അതായത് ആ അച്ഛനും അമ്മയും പെങ്ങളും, ഈ രണ്ടുപേരും സ്ത്രീകളാണ്. പക്ഷെ ഇവർക്ക് ആ പെൺകുട്ടിയുടെ മാനസികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവൾ അനുഭവിക്കുന്ന വേദനയോ ഒരു ലൈഫിലേക്ക് എടുത്തു ചാടിയിട്ട് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ അവിടെ വ്യത്യസ്തയാവുകയാണ്. ഒരിക്കലും ആ അമ്മ ഇത്തരം കാര്യങ്ങൾക്ക് മകനെ പിന്തുണയ്ക്കുമെന്നോ മകനൊപ്പം നിൽക്കുമെന്നോ തോന്നുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടെത്തും. പാലക്കാട് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിച്ചാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയും ചെയ്യും. ഒരു പാർട്ടിയുടെ ടിക്കറ്റ് ഇല്ലാതെയും രാഹുൽ മാങ്കൂട്ടം ഈസിയായി പാലക്കാട് ജയിക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു കാര്യം മാത്രം, നിങ്ങൾക്കിനി രാഷ്ട്രീയത്തിൽ എന്ത് ഭാവിയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കേരളത്തിലെ നിങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കും അറിയില്ല. നിങ്ങളൊരു നല്ല രാഷ്ട്രീയക്കാരനാണ്, നല്ലൊരു ജനപ്രതിനിധിയാണ്. നിങ്ങളോട് ഏത് സമയത്തും എന്ത് കാര്യവും വന്ന് പറയാൻ ആളുകൾക്ക് കഴിയും എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് നിങ്ങളെ അറിയില്ല. അങ്ങനെയുള്ള നിങ്ങൾ കുറച്ചുകൂടി സൂക്ഷിക്കണമായിരുന്നു. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരു ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ കുറെയൊക്കെ അതിൻ്റെ ഒരു മാന്യത നിങ്ങൾ കാത്തു സൂക്ഷിക്കണമായിരുന്നു. ഇനിയിപ്പോ പിന്നെ എന്താ പറയുക, വന്നത് വന്നു പോയത് പോയി എന്ന് പറയുന്നത് പോലെ ഇനിയെങ്കിലും രാഷ്ട്രീയ ഭാവി നിങ്ങൾക്കുണ്ടെങ്കിൽ, രാഷ്ട്രീയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടു മറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്. അയാൾ ഒരുപക്ഷെ മാന്യനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ആ പൊള്ളയായ പല വാക്കുകളും പിന്നീട് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തും എന്നുള്ളത് എല്ലാ ജനപ്രതിനിധികളും ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്.